അപ്പോൾ നിങ്ങളെ ചോദ്യം ഇതാണ്: അർജുൻ ഒരു ജോലി 15 ദിവസം കൊണ്ടും ബിജു അതേ ജോലി 10 ദിവസം കൊണ്ടും ചെയ്യുന്നു. 3200 രൂപയ്ക്ക് പണി പൂർത്തിയാക്കാൻ അവർ കരാറിൽ ഏർപ്പെട്ടെങ്കിൽ ബിജുവിൻ്റെ ഷെയർ എത്രയാണ്? അപ്പം ടോട്ടൽ എമൗണ്ടായ 3200-ൽ എത്രയാണ് ബിജുവിന് കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ രണ്ടുപേരുടെ കഥയാണ് പറയുന്നത്. അർജുനെ പറ്റി പറയുന്നു, ബിജുവിനെ പറ്റി പറയുന്നു. അർജുൻ 15 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുന്നു. ബിജു അതേ ജോലി തീർക്കാൻ 10 ദിവസമാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ ആദ്യം നമുക്ക് ഇവർ ചെയ്യാനുള്ള ടോട്ടൽ വർക്ക് നോക്കാം. 15-ൻ്റെയും 10-ൻ്റെയും LCM 30 ഇവരുടെ ടോട്ടൽ വർക്ക്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി എത്രയാണെന്ന് നോക്കാം, കാര്യക്ഷമത എത്രയാണെന്ന് നോക്കാം. അർജുൻ്റെ എഫിഷ്യൻസി കാണാൻ 30-നെ 15 കൊണ്ട് ഹരിച്ചാൽ മതി. അർജുൻ്റെ എഫിഷ്യൻസി 2. അതേപോലെ ബിജുവിൻ്റെ കാര്യക്ഷമത കാണാൻ 30-നെ 10 കൊണ്ട് ഹരിക്കുന്നു. ബിജുവിൻ്റെ കാര്യക്ഷമത 3 മനസ്സിലായി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടൈം ആൻഡ് വർക്കിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ ക്യാഷ് ഡിവൈഡ് ചെയ്യേണ്ടത് എഫിഷ്യൻസിയുടെ റേഷ്യോ നോക്കിയാണ്. എന്താ? ക്യാഷ് ഡിവൈഡ് ചെയ്യേണ്ടത് എഫിഷ്യൻസിയുടെ റേഷ്യോ നോക്കിയാണ്. അപ്പോൾ അർജുൻ്റെ എഫിഷ്യൻസി 2, ബിജുവിൻ്റെ എഫിഷ്യൻസി 3, ടോട്ടൽ എഫിഷ്യൻസി 5. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ക്യാഷ് ഷെയർ ചെയ്യേണ്ടത് എയ്ക്കും ബിക്കും ആയിട്ട്, അർജുനെന്നും ബിജുവിനെ എ എന്നും ബി എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ ക്യാഷ് ഷെയർ ചെയ്യേണ്ട റേഷ്യോ 2:3 എന്ന റേഷ്യോയിലാണ്. എന്ന് പറഞ്ഞാൽ ബിജുവിന് കിട്ടേണ്ടത് 3 പങ്ക്, അർജുന് കിട്ടേണ്ടത് 2 പങ്ക്. അപ്പം ബിജുവിൻ്റെ മാത്രം കേസാണ് നമുക്കിവിടെ അറിയേണ്ടത്. അപ്പം ടോട്ടൽ എത്ര ആയിട്ട് തിരിക്കണം? 2ഉം 3ഉം 5 പാർട്ടാക്കി തിരിക്കുന്നതിൽ 3 പാർട്ടും ആർക്ക് കൊടുക്കേണ്ടതുണ്ട്? ബിജുവിന് കൊടുക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ ഇനി എത്ര രൂപ കിട്ടുമെന്ന് നോക്കിയാൽ മതി. ടോട്ടൽ എത്രയാ? 3200. അപ്പോൾ ഈ 3200 രൂപയുടെ 3/5 ആർക്ക് കൊടുക്കണം? ബിജുവിന് കൊടുക്കണം. ഇവിടെ ക്യാൻസലേഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. 5 3200 കൂടെ വെട്ടിപ്പോവും അല്ലേ? 5 ഗുണം 640 3200. ബാക്കി എന്തു വന്നു? 640 ഗുണം 3. നമ്മുടെ ആൻസർ 1920 ബിജുവിന് കൊടുക്കേണ്ടത്. 3200 രൂപ കിട്ടുന്നതിൽ 1920 ബിജുവിൻ്റെ ഷെയറാണ്. ഓക്കെ ആണോ? ശരി, താങ്ക് യു.